കൊച്ചി തീരത്തിനടുത്ത് MSC എൽസാത്രി ചരക്ക് കപ്പൽ അപകടത്തിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കപ്പൽ മുങ്ങി 19ാം ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന്റെ നടപടി. കപ്പൽ ഉടമസ്ഥൻ, ഷിപ്പ് മാസ്റ്റർ, കപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തെന്ന് FIR-ൽ പറയുന്നു. പരാതിക്കാരന്റെ മൊഴിയെടുത്ത ശേഷം കപ്പൽ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കാനാണ് ആലോചന. അത് കേസ് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ് ചെയ്യാം. ഇൻഫോർമേഷൻ കിട്ടിയതിനു ശേഷം there is a substance of criminal offense like negligence, so we have taken the case accordingly. Investigation first side പോകും. We have taken the case in 282, 285, 286, 287, 288 and 35 of BNS. ഇതെല്ലാം നെഗ്ലിജൻസ് ബന്ധപ്പെട്ട മാറ്ററാണ് ആൻഡ് ബെയിലബിൾ ഒഫൻസ് ആണ്. കേസെടുക്കുന്നതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടിയിരുന്നു എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ 24-നോട് വ്യക്തമാക്കിയത്. ഈ കടലിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം, ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ്, അവരാണ് പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിനെ ഇവരെ അറിയിക്കുക. അവരുടെ നിയന്ത്രണത്തിലാണ് കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയൊക്കെ പ്രവർത്തിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസ് എടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യത്തിലെ സംബന്ധിച്ച് നിയമപരമായ വശം പരിശോധിച്ചും കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ഇപ്പൊ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച് ഇനിയും കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഭാവിയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ കേസെടുക്കേണ്ടത് കേന്ദ്രം എന്നായിരുന്നു മന്ത്രിയുടെ മുൻ നിലപാട്. കേസ് വേണ്ടെന്ന സർക്കാർ തീരുമാനവും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തറും ഒപ്പം വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ആദ്യം സർക്കാർ സ്വീകരിച്ച നിലപാട് കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നായിരുന്നുവല്ലോ. പക്ഷേ പിന്നാലെ ഇപ്പോൾ കേസ് വരുന്നു, നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? DG ഷിപ്പിംഗുമായി, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം പുറത്തുവന്ന കുറിപ്പിലടക്കം പറഞ്ഞത് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കേണ്ടതില്ലെന്നും പകരം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകാം എന്നുള്ളതുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നിലപാട്. എന്നാൽ അതിനുശേഷം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു. മാത്രവുമല്ല, നമ്മുടെ ഈ കേരള തീരത്തോട് ചേർന്ന് മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ കേസെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രതിപക്ഷമടക്കം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം രാഷ്ട്രീയമായി ഉയർത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോകുന്നതും ഇന്ന് ഉച്ചയോടുകൂടി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഗൗരവമായി പറയേണ്ടത് ഈ കേസിൽ ഒന്നാം പ്രതി അത് MSC എൽസാത്രി ഷിപ്പിന്റെ ഉടമയാണ്, രണ്ടാം പ്രതി ഷിപ്പ് മാസ്റ്ററാണ്, മൂന്നാം പ്രതികൾ ഷിപ്പിലെ ക്രൂവും മറ്റുള്ളവരും എന്ന് ചേർത്താണ് ഇപ്പോൾ ഈ FIR എടുത്തിരിക്കുന്നത്. FIR-ൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരിക്കെ മനുഷ്യജീവന്റെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കുന്ന വിധം ഉദാസീനമായി ആ ചരക്ക് കൈകാര്യം ചെയ്തു. മാത്രമല്ല, ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറംതള്ളപ്പെട്ടത് മൂലം അത് പരിസ്ഥിതി ആഘാതമുണ്ടാക്കി, മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കി, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അടക്കം അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും FIR-ൽ പറയുന്നുണ്ട്. കൂടാതെ ഈ കണ്ടെയ്നറുകൾ അങ്ങനെ കടലിൽ കിടക്കുകയും കപ്പൽ അങ്ങനെ മുങ്ങിത്താഴുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അത് വീണ്ടും കപ്പൽച്ചാലിൽ മറ്റ് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടി FIR-ൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് വളരെ ഗൗരവമുള്ള വകുപ്പുകൾ ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിലെ സർക്കാർ നിലപാട് സ്വാഭാവികമായും ഇപ്പോൾ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും മന്ത്രി VN വാസവൻ പറഞ്ഞത് നിലവിൽ കേസെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ആ നിലപാട് തിരുത്തിയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ കേസെടുത്തിട്ടുള്ളത്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷ് കൂടി ചേർന്നിട്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ആണല്ലോ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. AIG ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു, അവർ സ്വീകരിച്ച നടപടികൾ. എങ്ങനെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ വിഷ്ണു? മത്സ്യത്തൊഴിലാളിയായ C. ഷാംജിയുടെ പരാതിയിലാണ് എറണാകുളം ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് AIG കോസ്റ്റൽ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തു. പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത നടപടി. അത് ഇന്ന് തന്നെ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ പരാതിക്കാരൻ്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തി കപ്പൽ കമ്പനിക്ക് നോട്ടീസ് നൽകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇത് എത്രത്തോളം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും, ഏത് രീതിയിൽ കൊണ്ടുപോകാനാകും എന്നുള്ള തരത്തിൽ
കാര്യത്തിലൊക്കെ ഒരു കൂടിയാലോചനകൾ വേണം. പ്രത്യേകിച്ച് കേന്ദ്രം കൂടി ഉള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഒരു ക്രൈം എന്ന രീതിയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രം പോരാ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രത്യേകിച്ച് അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കപ്പലപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരിഹാരമടക്കം അവർക്ക് ലഭ്യമാകേണ്ട കാര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ക്രൈം എന്ന രീതിയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇതിൻ്റെ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. നേരത്തെ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ ശക്തമായി നിലനിന്നിരുന്നു. പിന്നീടാണ് സംസ്ഥാന സർക്കാർ DGPയുടെ നിർദ്ദേശം നിയമോപദേശം തേടിയത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടിയിരുന്നു. അവിടെ നിന്നാണ് കൃത്യമായ വിവരം ലഭിച്ചത്. ഇന്ന് AIG തന്നെ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധാരണഗതിയിൽ കോസ്റ്റൽ പോലീസ് കേസെടുക്കുക 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലുള്ള കേസുകളാണ്. എന്നാൽ നിലവിൽ ഇത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് നടന്ന സംഭവമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഗൗരവം വളരെ ശക്തമായൊരു പശ്ചാത്തലത്തിലാണ് കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോയതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സമഗ്രമായ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് നടക്കും. ഒരുപക്ഷെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. DG ഷിപ്പിങ്ങിൻ്റെ ഇപ്പോൾ എൽസ 3യുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നതാണ് ഒരു വശത്ത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 9-അംഗ സംഘം സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള 9-അംഗ ഡൈവിംഗ് സംഘം ഈ എൽസ 3ക്ക് അരികിലുണ്ട്. അവർ ഈ അടിത്തട്ടിലടക്കം പരിശോധന നടത്തുകയാണ്. ഈ കപ്പൽ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയും അതോടൊപ്പം ഈ എണ്ണച്ചോർച്ച തടയാനുള്ള നടപടിയുമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 3-ാം തീയതിയോടുകൂടി കപ്പലിനകത്തുള്ള എണ്ണ പൂർണ്ണമായി മാറ്റാനാകുമെന്നാണ് ഈ പുതിയ കമ്പനി വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഈ കപ്പൽ അവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ കപ്പൽ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വലിയ തുക MSC എൽസ വലിയ തുക പിഴ ഈടാക്കി നൽകേണ്ടി വരും. അതുകൊണ്ട് അവർ അതിന് പരമാവധി ശ്രമിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പോലീസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കുമെന്നാണ് പോലീസിന്റെയും പ്രതീക്ഷ. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.